ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കണ്ടീജന്റ് കോൺട്രാക്ട്സ് എന്താണെന്നാണ്. അപ്പോൾ അത് ഡീൽ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 31 ഓഫ് ദി കോൺട്രാക്ട് ആക്ടിലാണ് കണ്ടീജന്റ് കോൺട്രാക്ട്സ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എ കണ്ടീജന്റ് കോൺട്രാക്ട് ഇസ് എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് സം ഇവന്റ് collateral to such contract does or does not happen. അതായത് ഒരു കണ്ടീജന്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു കോൺട്രാക്ട് ആണ് ടു ഡു ഓർ നോട്ട് ടു ഡു, എന്തെങ്കിലും ചെയ്യാനുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യരുത് എന്നുള്ളത്, നോട്ട് ടു ഡു സംതിങ് എന്തെങ്കിലും. ഇഫ് സം ഇവന്റ് കൊളാട്രൽ ടു സച്ച് കോൺട്രാക്ട്, അതായത് നമ്മുടെ മെയിൻ കോൺട്രാക്റ്റിന് കൊളാട്രൽ ആയിട്ട് വരുന്ന എന്തെങ്കിലും ഒരു ഇവന്റ് സംഭവിക്കുമെങ്കിൽ ചെയ്യാം, സംഭവിക്കില്ലെങ്കിൽ ചെയ്യരുത്. ഓക്കെ, അതാണ് കണ്ടീജന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. എ കോൺട്രാക്ട് ടു പേ ബി ₹10,000 ഇഫ് ബിസ് ഹൗസ് ഈസ് ബേൺഡ്. ദിസ് ഈസ് എ കണ്ടീജന്റ് കോൺട്രാക്ട്. അതായത് എ കോൺട്രാക്ട് ചെയ്യുകയാണ് ബിയോട്, ബിക്ക് 10,000 രൂപ തരാം. എപ്പോ? അതായത് കണ്ടീജന്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ മെയിൻ കോൺട്രാക്ട് എ ബിക്ക് 10,000 രൂപ കൊടുക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, എന്ത്? അപ്പൊ നമ്മളിവിടെ ഡെഫിനിഷനിൽ പറയുന്നുണ്ട്, ഇഫ് സം ഇവന്റ് കൊളാട്രൽ ടു സച്ച് കോൺട്രാക്ട് ഡസ് ഓർ ഡസ് നോട്ട് ഹാപ്പൻ. അതായത് ബിയുടെ ഇഫ് ബീസ് ഹൗസ് ഈസ് ബേൺഡ്, അതായത് ബിയുടെ വീടിന് തീ പിടിക്കുകയാണെങ്കിൽ എ ബിക്ക് 10,000 രൂപ നൽകും, തീ പിടിച്ചില്ലെങ്കിൽ നൽകില്ല. അപ്പം നമ്മുടെ ഡെഫിനിഷനായിട്ട് അതിനൊന്ന് റിലേറ്റ് ചെയ്ത് ഒന്ന് നോക്കിക്കേ. അതായത് ഇഫ് സം ഇവന്റ് കൊളാട്രൽ ടു സച്ച് കോൺട്രാക്ട് ഡസ് ഓർ ഡസ് നോട്ട് ഹാപ്പൻ, അത് സംഭവിച്ചാൽ അതായത് തീ പിടിച്ചാൽ 10,000 രൂപ കിട്ടും. ഡസ് നോട്ട് ഹാപ്പൻ, തീ പിടിച്ചില്ലേ കിട്ടുകയില്ല. അപ്പം കൊളാട്രൽ ആവുന്ന മെയിൻ കോൺട്രാക്റ്റിന് കൊളാട്രൽ ആവുന്ന ഏതെങ്കിലും ഒരു ഇവന്റ് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും ഇതിന്റെ ബേസിസിലാണ് മെയിൻ കോൺട്രാക്റ്റിന്റെ പെർഫോമൻസ് ഇരിക്കുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള കരാറുകളെ പറയുന്നതാണ് കണ്ടീജന്റ് കരാർ, എന്തെങ്കിലും കണ്ടീജൻസീസ് ബേസ്ഡ് ആയിട്ട് വരുന്നത്. ഒരു കണ്ടീജന്റ് കോൺട്രാക്റ്റിന് ഒരു എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ്. ഒരു ഇവന്റ് സംഭവിക്കാം അല്ലെങ്കിൽ ആ ഇവന്റ് സംഭവിക്കാതിരിക്കുന്നത്. ദ പെർഫോമൻസ് ഓഫ് എ കണ്ടീജന്റ് കോൺട്രാക്ട് ഈസ് മെയ്ഡ് ഡിപെൻഡന്റ് ഓൺ ദ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് സം ഇവന്റ്. അതായത് ഒരു കോൺട്രാക്ടിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു ഇവന്റ് സംഭവിച്ചതിനെ ബേസ് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ അത് സംഭവിച്ചില്ലെങ്കിലോ ഉള്ളതിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പം ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യണമെങ്കിൽ ഒരു ഇവന്റ് നടക്കണം, ഇല്ലെങ്കിൽ അത് നടക്കാതിരിക്കണം. ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ഒരു കോൺട്രാക്ടിന്റെ പെർഫോമൻസ് ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതായത് ആ ഒരു ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ് എന്ന് പറയുന്നു. അപ്പം ആ ഒരു വീടിന് തീ പിടിച്ചെങ്കിൽ ഓക്കെ 10,000 രൂപ കിട്ടും, എ ബിക്ക് 10,000 രൂപ കൊടുക്കും. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആ ഒരു കോൺട്രാക്ടിന്റെ പെർഫോമൻസ് അവിടെ നടക്കുന്നത്. തീ പിടിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു പെർഫോമൻസ് നടക്കുകയില്ല, അല്ലെ? അപ്പോ ഒരു ഇവന്റ് സംഭവിക്കുന്നതോ അല്ലെങ്കിൽ അത് സംഭവിക്കാതിരിക്കുന്നതിനെയോ അടിസ്ഥാനപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചാണ്, ഡിപെൻഡന്റ്, അതിനെ ആശ്രയിച്ചിട്ടാണ് ഒരു കോൺട്രാക്ടിന്റെ പെർഫോമൻസ് ലൈ ചെയ്യുന്നത്. അടുത്ത എസെൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ആൻ ഇവന്റ് കൊളാട്രൽ ടു ദ കോൺട്രാക്ട്. അതായത് the event on which performance is made. അതായത് ഒരു പെർഫോമൻസ് നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് പറയണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇവന്റ് ആ കോൺട്രാക്ടിന് കൊളാട്രൽ ആയിരിക്കണം. അതായത് if it does not form a part of the reciprocal promises which constitute the contract. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അപ്പൊ എക്സ്ക്യൂസ് മീ, for example, where A agrees to deliver 100 bags of wheat and B agrees to pay the price only afterwards. The contract is a conditional contract, not a contingent. ഈ ഒരു കേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എ എന്ന് പറയുന്ന വ്യക്തി സമ്മതിക്കുകയാണ് ബിക്ക് ഒരു 100 കിലോ അല്ലെങ്കിൽ 100 ചാക്ക് ഗോതമ്പ് കൊടുക്കാമെന്ന് പറയുന്നു. അപ്പൊ ബി പറയുന്നു, എന്റെ കൈകളിൽ ലഭിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഗോതമ്പിന്റെ പൈസ തരികയുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ഇതൊരു ഇതൊരു കണ്ടീഷണൽ കോൺട്രാക്ട് ആണ്. അതായത് ഒരു കണ്ടീഷനെ വെച്ചിട്ടാണ് നിങ്ങൾ സാധനം ഇവിടെ കൊണ്ടെത്തിക്കുക, എന്നിട്ടേ ഞാൻ പൈസ തരുവുള്ളൂ എന്ന് പറയുന്നത്. അതൊരു കണ്ടീഷണൽ കോൺട്രാക്ട് ആണ്, നോട്ട് എ കണ്ടീജന്റ് കോൺട്രാക്ട്. അതൊരു കണ്ടീജന്റ് ആയിട്ടുള്ള കോൺട്രാക്ട് അല്ല.
ഓക്കെ, കാരണം ബിക്കോസ് ഇത് ഇവന്റ് ഓൺ വിച്ച് ബീസ് ഒബ്ലിഗേഷൻ ഇസ് മെയ്ഡ്. കാരണം ബിയുടെ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ബിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഏത് ഇവന്റിന്മേലാണ് ചെയ്തത്? അതായത് ആ പ്രോമിസ്, അതായത് ആ ഒരു ചാക്ക് ഇവിടെ കൊണ്ടെത്തിക്കുകയാണെങ്കിലാണ് അതിന്റെ പൈസ കൊടുക്കാൻ ആർക്ക് ഡ്യൂട്ടി? ബിയുടെ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് അല്ലെ. പ്രോമിസർ അയാളുടെ ഭാഗത്തു നിന്നുള്ള പ്രോമിസ് കീപ്പ് ചെയ്തെങ്കിലാണ് എന്ത് അത് ബിയുടെ ഡ്യൂട്ടി വരുന്നുള്ളൂ. അയാൾ അതവിടെ കൊണ്ടെത്തിക്കുന്നില്ലെങ്കിൽ ബിക്ക് പൈസ കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. only after the goods is delivered. ഗുഡ്സ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബിയുടെ ഒരു റോള് അല്ലെങ്കിൽ ഒരു പാർട്ട് അവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു കൊളാട്രൽ ഈവന്റ് അല്ല. ഇത് സംഭവിച്ചെങ്കിലേ അതിന് ഒരു ഇതുണ്ടോ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ പറയണമായിരുന്നെങ്കിൽ ഇതൊരു കണ്ടീജന്റ് ആയിരുന്നു അല്ലെങ്കിൽ ഇതൊരു കൊളാട്രൽ ഈവന്റ് ആയിരുന്നു എന്ന് പറയണമായിരുന്നെങ്കിൽ പൈസ കൊടുത്തു എന്ന്, അതായത് പൈസ കൊടുത്തെങ്കിലേ അത് സാധനം ഇവിടെ എത്തിക്കുകയുള്ളൂ എന്നായിരുന്നെങ്കിൽ ഓക്കെ നമുക്ക് പറയാം. കാരണം പൈസ കൊടുത്തെങ്കിലേ ഇവിടെ ഒരു കൊളാട്രൽ ഈവന്റ് സംഭവിച്ചെങ്കിലേ അവിടുന്ന് ആ ചാക്ക് അയക്കുകയുള്ളൂ എന്നായിരുന്നെങ്കിൽ അതൊരു കൊളാട്രൽ ഈവന്റ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇവിടെ എന്താണ്, അയാളുടെ കയ്യിൽ ഈ ചാക്കുകൾ കിട്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഗോതമ്പ് ചാക്ക് കിട്ടിയിട്ട് മാത്രമേ പേയ്മെന്റ് നടത്തുകയുള്ളൂ എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു കൊളാട്രൽ ഈവന്റ് അല്ല. അതുകൊണ്ട് തന്നെ ഒരു പെർഫോമൻസിന്റെ ഈവന്റിനെ ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം? ആൻ ഇവന്റ് വിച്ച് ഈസ് കൊളാട്രൽ ടു ദ കോൺട്രാക്ട്. കോൺട്രാക്ടിന് എപ്പോഴും ആ ഇവന്റ് കൊളാട്രൽ ആയിരിക്കണം, അഡീഷണൽ ആയിരിക്കണം. കൊളാട്രൽ എന്ന് പറഞ്ഞാൽ അഡീഷണൽ, രണ്ടാമത്, അതായത് മെയിൻ ആയിട്ടുള്ളതിനെ ഇതിനെ കുറച്ചുകൂടി സ്ട്രോങ് ചെയ്യുന്ന രീതിയിൽ ഉള്ളതായിരിക്കണം കൊളാട്രൽ അല്ലെങ്കിൽ സെക്കൻഡറി എന്നൊക്കെ പറയും. അതായത് നമ്മൾ ഈ ബാങ്കിലൊക്കെ ലോണിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വസ്തുവൊക്കെ വെച്ചിട്ടായിരിക്കും വീട് വെക്കുന്നത്. അപ്പൊ അവര് പറയും കൊളാട്രൽ സെക്യൂരിറ്റിയും കൂടി നിങ്ങൾ കാണിക്കണം, അതായത് ഒരു അഡീഷണൽ സെക്യൂരിറ്റി കൂടി കാണിക്കണം എന്നൊക്കെ പറയാം. അതാണ് കൊളാട്രലിന്റെ മീനിങ്. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ദ കണ്ടീജന്റ് ഇവന്റ്. ഏതാണോ കണ്ടീജന്റ് ഇവന്റ് അത് ഒരിക്കലും പ്രോമിസറുടെ വെറും ഒരു ഇഷ്ടത്തെ ചൊല്ലിയുള്ളതായിരിക്കരുത്. ഓക്കെ, ഒരു ഇവന്റ്, ഒരു കണ്ടീജന്റ് ഇവന്റ് ഷുഡ് നോട്ട് ബി ദ നിയർ വിൽ ഓഫ് ദ പ്രോമിസർ. ഒരു പ്രോമിസറുടെ നിയർ ആയിട്ടുള്ള, അതായത് വെറും ഒരു ഇഷ്ടത്തിനെ ചൊല്ലിയുള്ളതാവരുത്. ഓക്കെ, ഇഫ് എ പ്രോമിസസ് ടു ബി to pay B ₹1,000 if he so chooses, it is not a contingent contract. അതായത് ഒരു ബിക്ക് വാഗ്ദാനം കൊടുക്കുകയാണ്, എന്ത് 1000 രൂപ തരാം ഇഫ് ഹി സോ ചോസസ്. അതായത് അവന്റെ ഇഷ്ടം പോലെ അവൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞു? ബിക്ക് 1000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അതൊരു കണ്ടീജന്റ് കോൺട്രാക്ട് അല്ല. കാരണം ഇവന്റ് ഈസ് വിത്തിൻ ദ പ്രോമിസേഴ്സ് വിൽ. കാരണം അയാൾ പറയുന്നത് പോലാണ് ചെയ്യുന്നത് അല്ലെ. അവൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവന് 1000 രൂപ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഇഫ് എ പ്രോമിസസ് ടു പേ ബി ₹1,000 if he so chooses. അതായത് അവൻ ചെയ്യുന്ന പോലെ അവൻ ചെയ്യുവാണെങ്കിൽ ഓക്കെ 1000 രൂപ കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോമിസറിന്റെ വെറും ഒരു ഇഷ്ടം അല്ല, പ്രോമിസറിന്റെ ഇഷ്ടമാണ് ഇവിടെ നടക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നിയർലി ഒരു ബില്ലാണെങ്കിൽ മാത്രമേ, നിയർ ബിൽ, അതായത് നോട്ട് ബി ദ നിയർ ബിൽ ഓഫ് ദി പ്രോമിസർ ആണെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? അതൊരു കണ്ടീജന്റ് കോൺട്രാക്ട് ആവുകയുള്ളൂ. സോ ഇറ്റ് മേ ബി എ കണ്ടീജന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രോമിസറുടെ ബില്ലല്ലാതെ ഒരു പ്രോമിസറുടെ ബില്ല് ഉണ്ടായിരിക്കണം, അതായത് പ്രോമിസറുടെ ഒരു തീർച്ച അവിടെ ഉണ്ടായിരിക്കണം. അല്ലാതെ വെറും ഒരു ആഗ്രഹത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വെറും ഒരു ഇതിന്റെ പേരിലോ ഒരിക്കലും ആവരുത്. അത് പ്രോമിസർ പൂർണ്ണ ഇതിലോടുകൂടി, അതായത് പ്രോമിസറിന്റെ ഉറച്ച ഇഷ്ടത്തോടുകൂടി അല്ലെ ഉറച്ച ആഗ്രഹത്തോടുകൂടി തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. വേറെ ഇവന്റ് ഈസ് വിത്തിൻ ദ പ്രോമിസേഴ്സ് വിൽ, അതായത് പ്രോമിസറുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം. നോട്ട് നിയർലി ഹിസ് വിൽ, അതായത് അയാളുടെ വെറും ഇഷ്ടത്തോടുകൂടിയല്ല, അയാളുടെ ഉറച്ച ഇഷ്ടത്തോടുകൂടി, അയാളുടെ ഉറച്ച ബോധ്യത്തോടുകൂടി തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ഒരു കണ്ടീജന്റ് കോൺട്രാക്ട് ആണ്. നമുക്ക് ഒരു എക്സാമ്പിളും കൂടി പറയാം. ഇഫ് എ പ്രോമിസസ് ടു പേ B ₹1,000 if a left Delhi for Mumbai, it is a contingent contract because going to Mumbai is an event, no doubt within A's will, but is not merely his will. അതായത് A Bക്ക് പ്രോമിസ് ചെയ്യുകയാണ്, അതായത് ഒരു A Bക്ക് പ്രോമിസ് ചെയ്യുകയാണ്, ഒരു 1000 രൂപ A Bക്ക് പ്രോമിസ് ചെയ്യുന്നു. എന്തിനാ? ഇഫ് A left ഡൽഹി ഫോർ മുംബൈ, എ ഡൽഹി വിട്ട് എങ്ങോട്ട് പോവുകയാണെങ്കിൽ മുംബൈക്ക് പോവുകയാണെങ്കിൽ എ ഒരു 1000 രൂപ ആർക്ക് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തു? ബിക്ക് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തു. എ ഡൽഹിനെ ലെഫ്റ്റ് ചെയ്തിട്ട് മുംബൈക്ക് പോവുകയാണെങ്കിൽ
എ ബിക്ക് ഒരു 1000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊരു കണ്ടീജന്റ് കോൺട്രാക്ട് ആണ്. കാരണം ഇവിടെ ഡൽഹി വിട്ട് മുംബൈയിലേക്ക് പോവുക എന്നുള്ളത് എയുടെ മാത്രം ഇഷ്ടമാണ്, എയുടെ ഉറച്ച തീരുമാനമാണ് അല്ലെ. അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം എയുടെ ഉറച്ച തീരുമാനമാണ്. കാരണം ഇസ് നോട്ട് ഡൗട്ട് വിത്തിൻ എസ് വിൽ, അത് എയുടെ മാത്രം ഇഷ്ടമാണ്, എയുടെ ഉറച്ച ഇഷ്ടമാണ് അങ്ങനെ പോകുക എന്നുള്ളത്. അല്ലാതെ എയുടെ വെറും ഒരു ഇഷ്ടമല്ല. അതായത് നോട്ട് മിയർലി ഹിസ് വിൽ എന്ന് പറഞ്ഞാൽ അതായത് വെറും ഒരു താല്പര്യത്തിന്റെ പുറത്തോ ഒന്നും അല്ല അയാൾ പോകുന്നത്. അയാളുടെ ഉറച്ച ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ ഉറച്ച ആഗ്രഹം കൊണ്ടാണ് അയാൾ മുംബൈക്ക് പോകുന്നത്. ഓക്കെ, അതാണ് തേർഡ് പോയിന്റ്. ദ കണ്ടീജന്റ് ഇവൻ ഷുഡ് നോട്ട് ബി ദ മിയർ വിൽ ഓഫ് ദ പ്രോമിസർ. പ്രോമിസറുടെ വെറും ഒരു ആഗ്രഹത്തിനെ പറ്റിയുള്ള അല്ലെങ്കിൽ വെറും ഒരു ആഗ്രഹപ്രകാരമായിരിക്കരുത് എന്ത് ഒരു കണ്ടീജന്റ് ഇവന്റ് എന്ന് പറയുന്നത്. അയാളുടെ ഉറച്ച ആഗ്രഹപ്രകാരമായിരിക്കണം. ഓക്കെ, പിന്നെ റൂൾസ് റിഗാർഡിംഗ് ദ എൻഫോഴ്സ്മെന്റ് ഓഫ് കണ്ടീജന്റ് കോൺട്രാക്ട്സ്. അതായത് നമ്മൾ ഈ കണ്ടീജന്റ് ആയിട്ടുള്ള കോൺട്രാക്ട്സിന് ഒരു നിയമസാധ്യത കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അവയെ നമ്മൾ എൻഫോഴ്സ് ചെയ്യണമെങ്കിൽ കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് ഇങ്ങനെ നമുക്ക് ആ ഒരു കണ്ടീജന്റ് കോൺട്രാക്റ്റിന് ഒരു എൻഫോഴ്സിബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്. അപ്പം ഈ റൂൾസ് ഓക്കെ നമുക്ക് പറഞ്ഞു കുറച്ച് റൂൾസ് ഉണ്ട്. എന്തിന്? റൂൾസ് ഫോർ എൻഫോഴ്സിബിലിറ്റി. റൂൾസ് ഫോർ എൻഫോഴ്സിബിലിറ്റി ഓഫ് contingent contracts. Contingent contractsന് കുറച്ച് റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി കേട്ടോ. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കില്ല. സെക്ഷൻ 32 തൊട്ട് 36 വരെയാണ് ഓക്കെ ഒരു കണ്ടീജന്റ് കോൺട്രാക്റ്റിന്റെ എൻഫോഴ്സിബിലിറ്റിനെ സംബന്ധിക്കുന്ന റൂൾസും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. കോൺട്രാക്ട്സ് കണ്ടീജന്റ്. ഒരു കോൺട്രാക്ട് കണ്ടീജന്റ് ആവുന്നത് എപ്പോഴാണ്? അപ്പോൺ ദ ഹാപ്പനിങ് ഓഫ് എ ഫ്യൂച്ചർ അൺസർട്ടൺ ഇവന്റ്. അതായത് ഭാവിയിലുള്ള അൺസർട്ടൺ ആയിട്ടുള്ള കൃത്യമല്ലാത്ത ഒരു ഇവന്റ് സംഭവിക്കുമ്പോഴാണെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്ട്സിനെ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ആ ഒരു ഇവന്റ് ഇതുവരെ സംഭവിച്ചിട്ടില്ല. എന്തോ പറഞ്ഞ ഭാവിയിലുള്ള ഒരു ഫ്യൂച്ചറിലുള്ള അൺസേർട്ടൺ ആയിട്ടുള്ള ഒരു ഇവന്റിന്റെ ഹാപ്പനിങ്ങിലാണ് കണ്ടീജന്റ് കോൺട്രാക്ട് എങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റിന് ഒരു എൻഫോഴ്സിബിലിറ്റി കിട്ടില്ല. നിയമപ്രകാരം എൻഫോഴ്സ്ഡ് ആവാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം unless and until that event has happened, ആ ഇവന്റ് സംഭവിക്കാത്തത്തോളം കാലം അതിനൊരു എൻഫോഴ്സിബിലിറ്റി കിട്ടില്ല. ആൻഡ് ഇഫ് ദി ഇവന്റ് ബിക്കം ഇംപോസിബിൾ, ആ ഇവന്റ് ഒരിക്കലും നടക്കാത്തതാണെങ്കിൽ അത്തരത്തിലുള്ള കരാറുകൾ എന്താണ്? വോയിഡ് ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ കോൺട്രാക്ട്സ് ടു പേ ബി എ സം ഓഫ് മണി. എ ബിയുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിട്ട് പറഞ്ഞു ഞാൻ നിനക്ക് കുറച്ച് പൈസ തരാം, എങ്ങനെയാണെങ്കിൽ ബി സിനെ മാരി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് പൈസ തരാമെന്ന് എ പറഞ്ഞു. സി മരിച്ചു. ബിയെ വിവാഹം കഴിക്കാതെ സി എന്ത് ചെയ്തു? മരിച്ചു. അപ്പം ഇനി ഒരിക്കലും ആ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല അല്ലെ. ഇമ്പോസിബിൾ ആണ് ഇനി ആ കോൺട്രാക്ടിന്റെ പെർഫോമൻസ്. കാരണം സി ഓൾറെഡി മരിച്ചു അല്ലെ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എഗ്രിമെന്റുകൾ എന്താണ്? കോൺട്രാക്ടുകൾ എന്താണ്? വോയിഡ് ആണ്. ഇനി സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് contract contingent upon the non-happening of a certain future event cannot be enforced when the happening of that event becomes impossible and not before. അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് contracts contingent upon the happening of a certain future event എന്നാണ് പറഞ്ഞത്. അപ്പം ഇതെന്ന് പറഞ്ഞാല് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കോൺട്രാക്ട് കണ്ടീജന്റ് ആണ് എപ്പോൾ? കൃത്യമായിട്ടുള്ള ഫസ്റ്റ് കേസിൽ കൃത്യമില്ലായ്മയായിരുന്നു, അൺസേർട്ടൺ ആയിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേർട്ടൺ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഭാവിയിലുള്ളൊരു ഇവന്റ് സംഭവിക്കാതിരുന്നു കഴിഞ്ഞാൽ ഓക്കെ. ഇവിടെ നോൺ ഹാപ്പനിങ് ആണ് പറയുന്നത്. അത്തരത്തിൽ അതായത് ഭാവിയിലേക്കുള്ള ഫ്യൂച്ചറിലുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇവന്റ് സംഭവിക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എഗ്രിമെന്റുകൾക്ക് അത് സംഭവിക്കാതിരിക്കുകയാണെങ്കിൽ അവയ്ക്കൊരു നിയമപ്രാബല്യം കിട്ടും. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. എ അഗ്രീസ് ടു പേ ബി എ സം ഓഫ് മണി ഇഫ് എ സർട്ടൺ ഷിപ്പ് ഡസ് നോട്ട് റിട്ടേൺ. അതായത്
എയും ബിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. എ പറയുകയാണ് ഞാൻ നിനക്ക് കുറച്ച് പൈസ തരാം, ഒരു ഷിപ്പ്, അവര് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഷിപ്പ് അവര് പേര് കൊടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ ഷിപ്പ് തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് പൈസ തരാം എന്ന് പറഞ്ഞ് എയും ബിയും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നു. ഷിപ്പ് ഈസ് സങ്ക്, ആ ഷിപ്പ് മുങ്ങിപ്പോയി. ഓക്കെ, അങ്ങനാണെങ്കിൽ ആ കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും. വെൻ ദ ഷിപ്പ് സിങ്ക്സ്, ആ ഷിപ്പ് മുങ്ങിപ്പോകുമ്പോൾ. കാരണം ഇനി ഒരിക്കലും ആ കോൺട്രാക്ട് പെർഫോം ചെയ്യാനില്ല. ഓക്കെ, ഹാപ്പനിങ് ഓഫ് ദാറ്റ് ഇവന്റ് ബിക്കം ഇംപോസിബിൾ. അത് ഇംപോസിബിൾ ആയിപ്പോയി. എന്നിരുന്നാൽ പോലും ആ കോൺട്രാക്ടിനെ നമുക്ക് എൻഫോഴ്സ് ചെയ്യാനും സാധിക്കും. എ ആ പറഞ്ഞ പൈസ ആർക്ക് കൊടുക്കേണ്ടതായിട്ടും വരും, ബിക്ക് കൊടുക്കേണ്ടതായിട്ടും വരും. ഓക്കെ, അടുത്തത് ഇഫ് എ കോൺട്രാക്ട് ഈസ് കണ്ടീൻജന്റ്, അതായത് ഒരു കോൺട്രാക്ട് കണ്ടീൻജന്റ് ആവണമെങ്കിൽ അപ്പോൾ ആസ് ടു ഹവ് എ പേഴ്സൺ വിൽ ആക്ട് ആസ് ആൻ അൺസ്പെസിഫൈഡ് ടൈം, അതായത് ഒരു അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ടൈമിൽ ഒരു വ്യക്തി ആക്ട് ചെയ്യുകയാണ്. ഇത് ഇവന്റ് ഷാൽ ബി കൺസിഡർഡ് ടു ബിക്കം ഇംപോസിബിൾ. അതായത് വെൻ സച്ച് പേഴ്സൺ ഡസ് എനിത്തിങ്, അത് ഓക്കെ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കൊള്ളുക. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒന്ന് പറഞ്ഞുതരാം, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. എ എഗ്രീസ് ടു പേ ബി എ സം ഓഫ് മണി ഇഫ് ബി മാരീസ് സി. എ ബിയോട് പറയുകയാണ് നീ സിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ബിക്ക് കുറച്ച് കാശ് തരാമെന്ന് ആര് പറഞ്ഞു? എ പറഞ്ഞു. എയും ബിയും അങ്ങനെ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടു. സി മാരീസ് ഡി, പക്ഷെ സി എന്ത് ചെയ്തു? സി ഡിനെയാണ് കല്യാണം കഴിച്ചത്. സോ ദ മാരേജ് ഓഫ് ബി ടു സി മസ്റ്റ് ബി നൗ കൺസിഡേർഡ് ഇംപോസിബിൾ. അപ്പൊ ഇപ്പോ നിലവിൽ എങ്ങനെയാണ്? ബിയും സിയും തമ്മിലുള്ള മാരേജ് ഇംപോസിബിൾ ആണ്, ഒരിക്കലും നടക്കുകയില്ല അല്ലെ? ഇപ്പോ നിലവിൽ എ ബിയോട് പറഞ്ഞു ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാം, എങ്ങനാണെങ്കിൽ ബി സിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ബിക്ക് കുറച്ച് കാശ് കൊടുക്കാമെന്ന് എ പറഞ്ഞു. പക്ഷെ സി എന്ത് ചെയ്തു? സി ഡിനെ കല്യാണം കഴിച്ചു. അപ്പൊ ഇപ്പോൾ നിലവിൽ ബിയും സിയും തമ്മിലുള്ള ഒരു കല്യാണം എന്ന് പറയുന്നത് ഇംപോസിബിൾ ആണ് നിലവിൽ. പക്ഷേ അത് നമുക്ക് പോസിബിൾ ആക്കാൻ പറ്റും. എപ്പോഴാണ്? ഡി മരിച്ചു. ഡി മരിച്ചു കഴിഞ്ഞ് പിന്നീട് സിയും ബിയും തമ്മിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഒരു പോസിബിൾ ആക്കാൻ പറ്റും. അതേ ഉള്ളൂ തേർഡ് പോയിന്റ്. ഓക്കെ, ഇനി ഒരു 3-4 പോയിന്റ്സ് ഉണ്ട്, അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ, ആ എക്സാമ്പിൾ വായിക്കുമ്പോൾ തന്നെ ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടീൻജന്റ് കോൺട്രാക്ട് ആൻഡ് വേഗറിംഗ് എഗ്രിമെന്റ്. ഒരു വേഗറിംഗ് എഗ്രിമെന്റും ഒരു കണ്ടീൻജന്റ് കോൺട്രാക്ട്സും തമ്മിലുള്ള ഡിഫറൻസസ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. വേഗറിംഗ് എഗ്രിമെന്റും ഒരു കണ്ടീൻജന്റ് കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് ഒരു കണ്ടീൻജന്റ് കോൺട്രാക്റ്റും ഒരു വേഗറിംഗ് എഗ്രിമെന്റും തമ്മിലുള്ള ഡിഫറൻസസ് ഒക്കെ എന്തൊക്കെയാണ്. വേഗറിംഗ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ പ്രോമിസസ് ആണ്, അതായത് ഓപ്പോസിറ്റ് പ്രോമിസസ് ആണ് എപ്പോഴും വേഗറിംഗിനകത്ത് കിടക്കുന്നത്. അതായത് ഓക്കെ, ജസ്റ്റ് ഓപ്പോസിറ്റ്. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവുന്നതാണ് ഓപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റെസിപ്രോക്കൽ പ്രോമിസസ് ആണ് എന്ത് വേഗറിംഗിനകത്ത്, വേഗറിംഗ് എഗ്രിമെന്റ്സിനകത്ത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാന്ന് വെച്ചാൽ കണ്ടീജന്റ് കോൺട്രാക്ട്സും ഒരു വേഗറിംഗ് എഗ്രിമെന്റും തമ്മിലുള്ള ഡിഫറൻസസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? റെസിപ്രോക്കൽ പ്രോമിസസ് ആണ്. റെസിപ്രോക്കൽ പ്രോമിസസ് വേഗറിംഗ് എഗ്രിമെന്റിനകത്ത് അങ്ങോട്ട് എന്ത് റെസിപ്രോക്കൽ പ്രോമിസസ് ഉണ്ട്, ബട്ട് കണ്ടീജന്റിനകത്ത് നോ റെസിപ്രോക്കൽ പ്രോമിസസ്. റെസിപ്രോക്കൽ പ്രോമിസസ്, അതായത് റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പ്രോമിസസ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര വാഗ്ദാനങ്ങൾ. നമ്മൾ പറഞ്ഞിരുന്നു വേഗറിംഗിനകത്ത് എങ്ങനെയാണ്, ഇപ്പൊ ഒരു മഴ പെയ്യുന്നതിന്റെ എക്സാമ്പിൾ എടുത്ത് നമ്മൾ പറഞ്ഞിരുന്നു, മഴ പെയ്യുകയാണെങ്കിൽ, അതായത് ഒരു ദിവസം മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് 100 രൂപ തരാം, അന്ന് മഴ പെയ്തില്ലെങ്കിൽ മറ്റേയാള് 100 രൂപ തരാം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? വാഗ്ദാനങ്ങൾ നടത്തുന്നുണ്ട്. റെസിപ്രോക്കൽ, അതായത് ഓപ്പോസിറ്റ്
ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും ഓപ്പോസിറ്റ് എന്ത് വാഗ്ദാനങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അതിനാണ് എന്തെന്ന് പറയുന്നത് റെസിപ്രോക്കൽ പ്രോമിസസ്, അതായത് പരസ്പരമുള്ള വാഗ്ദാനങ്ങൾ. അതുകൊണ്ട് കണ്ടിൻജന്റ് കോൺട്രാക്റ്റിനകത്ത് എന്ത് അങ്ങനെ ഒരു റെസിപ്രോക്കൽ പ്രോമിസസ് ഇല്ല അല്ലെ. അതിനകത്ത് കൊളാട്രൽ ആയിട്ടുള്ള ഒരു ഈവന്റ് സംഭവിക്കുന്നതിനെയും സംഭവിക്കാതിരിക്കുന്നതിനെയും ബേസ് ചെയ്തിട്ടാണ് ഒരു കോൺട്രാക്റ്റിന്റെ പെർഫോമൻസ് തന്നെ ഇരിക്കുന്നത്. അപ്പൊ അതിലൊരു റെസിപ്രോക്കൽ പ്രോമിസസിന്റെ, അതായത് പരസ്പരമുള്ള വാഗ്ദാനത്തിന്റെ ആവശ്യമില്ല. ദെൻ വേഗറിംഗ് എഗ്രിമെന്റ് ഈസ് ഓഫ് എ കണ്ടിൻജന്റ് നേച്ചർ. ഈ വേഗറിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നതും ഒരു കണ്ടിൻജന്റ് നേച്ചറിലുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വേഗറിംഗിനകത്ത് എന്താണ് ഒരു ഇവന്റിന്റെ ഹാപ്പനിങ്ങിനെ പറ്റിയാണ് അല്ലെങ്കിൽ നോൺ ഹാപ്പനിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. കണ്ടിൻജന്റ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് അല്ലെ കോൺട്രാക്ട് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, അത് തന്നെയാണ്. അപ്പൊ ഒരു കണ്ടിൻജന്റ് ഒരു വേഗറിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഏകദേശം കണ്ടിൻജന്റ് കോൺട്രാക്ടിന്റെ ഒരു സ്വഭാവമുള്ളവ തന്നെയാണ് അല്ലെ. അപ്പൊ നേച്ചർ ഓഫ് എന്ന സ്വഭാവമുള്ളതാണ് വേഗറിംഗ് എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിൻജന്റ് കോൺട്രാക്ടിന്റെ നേച്ചറിലുള്ളവ തന്നെ ആണ്. കണ്ടിൻജന്റ് കോൺട്രാക്ടിന്റെ നേച്ചറിലുള്ളവ തന്നെയാണ്. പക്ഷേ ഒരു കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വേഗറിംഗിന്റെ നേച്ചറിലുള്ളതല്ല. കാരണം വേഗറിംഗിനെന്ന് പറയുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പരം വാഗ്ദാനങ്ങൾ കൊടുക്കും, റെസിപ്രോക്കൽ പ്രോമിസസ് ചെയ്യും. പക്ഷെ ഒരു കണ്ടിൻജന്റ് കാര്യത്തിൽ അത് ഇല്ല. അതുകൊണ്ട് തന്നെ അതൊരു വേഗറിംഗിന്റെ സ്വഭാവം ഇല്ല. ഓക്കെ, നോ വേഗറിംഗ് നേച്ചർ, നോ വേഗറിംഗ് എഗ്രിമെന്റ്, നോ വേഗറിംഗ് എഗ്രിമെന്റ് നേച്ചർ. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് എ വേഗറിംഗ് എഗ്രിമെന്റ് ഈസ് വോയിഡ്. ഒരു വേഗറിംഗ് എഗ്രിമെന്റ് എന്താണ്? വോയിഡ് ആണ് അല്ലെ. ഒരു വേഗറിംഗ് ആയിട്ടുള്ള എഗ്രിമെന്റ് എന്താണ്? വോയിഡ് ആണ്. പക്ഷെ ഒരു കണ്ടിൻജന്റ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? വാലിഡ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു ഇപ്പം ആ കണ്ടിൻജന്റ് കോൺട്രാക്ട്സ് പറഞ്ഞു. ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. ഇപ്പൊ വീട് കത്തുകയാണെങ്കിൽ എ ബിക്ക് 10,000 രൂപ കൊടുക്കും അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എയുടെ വീട് കത്തി എന്ന് കരുതുക, വീട് നശിച്ചുപോയി. അപ്പോൾ എന്ത് ചെയ്യും? എ ബിക്ക് എന്ത് ചെയ്യും? ആ വീടിന് നശിച്ചതിന് പകരമായിട്ട് എ ഒരു 10,000 രൂപ കൊടുക്കും. അതൊരു വാലിഡ് കോൺട്രാക്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? വാലിഡ് കോൺട്രാക്ട്സ് ആണ്. വാലിഡ് കോൺട്രാക്ട്സ് ആണ്. ഇത് വോയിഡ് കോൺട്രാക്ട്സും ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇൻ വേഗറിംഗ് എഗ്രിമെന്റ്സ് പാർട്ടീസ് ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട് മാറ്റർ. അതായത് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നോ ഇൻട്രസ്റ്റ് ഇൻ സബ്ജക്ട് മാറ്റർ ആണ്. നോ ഇൻട്രസ്റ്റ് ഇൻ സബ്ജക്ട് മാറ്റർ. ഏതർ വിന്നിങ് ഓർ ലോസിങ്. അവരുടെ ഇൻട്രസ്റ്റ് എന്തോ ജയിക്കുന്നതോ അല്ലെങ്കിൽ തോൽക്കുന്നതോ മാത്രമാണ്. ഏതർ വിന്നിങ് ഓർ ലോസിങ്. പക്ഷെ കണ്ടിൻജന്റ് കോൺട്രാക്റ്റിനകത്തെ മെയിൻ എന്ന് പറയുന്നത് എന്താണ്? കണ്ടിൻജന്റ് കോൺട്രാക്റ്റിലെ മെയിൻ എന്ന് പറയുന്നത് സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് സബ്ജക്ട് മാറ്റർ ഈസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സബ്ജക്ട് മാറ്റർ ഈസ് ഇമ്പോർട്ടന്റ്. അതായത് ഒരു വേഗറിംഗ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു. നമ്മൾ ആ വേഗറിംഗ് എഗ്രിമെന്റ് പഠിച്ചപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു. എയും ബിയും തമ്മിൽ ഒരു ബെറ്റ് വെച്ചു. എന്താണ് അവർ തമ്മിൽ ഏർപ്പെട്ടിരുന്ന ബെറ്റ്? എന്താണ്? വരുന്ന ശനിയാഴ്ച മൺഡേ ആണ് ഇവരൊരു ബെറ്റ് വെച്ചത്. അപ്പൊ അവര് എൻട്രി ചെയ്തത് ഇങ്ങനെയാണ്: വരുന്ന കമ്മിങ് സാറ്റർഡേ മഴ പെയ്യുകയാണെങ്കിൽ എ ബിക്ക് 100 രൂപ കൊടുക്കും, മഴ പെയ്തില്ലെങ്കിൽ ബി തിരിച്ചെന്തെടുക്കും? എക്ക് 100 രൂപ കൊടുക്കും എന്നാണ്. അത്തരത്തിലുള്ളൊരു രീതിയിലാണ് അവർ തമ്മിലൊരു എന്ത് നടത്തിയത്? ഒരു ബെറ്റ്, ഒരു പ്രോമിസസ് നടത്തിയത്. ആ ഒരു കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ മഴ, അപ്പൊ അവിടുത്തെ സബ്ജക്ട് മാറ്റർ എന്താണ്? മഴ പെയ്യുമോ അല്ലെങ്കിൽ മഴ പെയ്യുകയോ ഇല്ലയോ എന്നുള്ളതാണ് സബ്ജക്ട് മാറ്റർ. പക്ഷേ എയിനെയും ബിയിനെയും സംബന്ധിച്ചിടത്തോളം സബ്ജക്ട് മാറ്ററിൽ അവർക്ക് യാതൊരു രീതിയിലുള്ള താല്പര്യവുമില്ല. മഴ പെയ്താൽ എക്ക് 100 രൂപ പോകും, മഴ പെയ്തില്ലെങ്കിൽ ബിയുടെ കയ്യിൽ നിന്ന് 100 രൂപ പോകും. അപ്പൊ അവിടെ മഴ പെയ്യുന്നതോ മഴ പെയ്യാത്തതോ അവരുടെ വിഷയം, മീൻസ് അവരുടെ ഒരു താല്പര്യമല്ല. അവർക്ക് അവിടെ ഒരാൾക്ക് ജയിക്കണം അല്ലെങ്കിൽ മറ്റൊരാൾ തോൽക്കും, ഇല്ലെങ്കിൽ ജയവും തോൽവിയും മാത്രമാണ് അവിടെ ഇമ്പോർട്ടന്റ്. അല്ലാതെ അവിടെ ഒരു സബ്ജക്ട് മാറ്ററിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ ഒരു കണ്ടിൻജന്റ് കോൺട്രാക്റ്റിൽ അങ്ങനെയല്ല. ഒരു സബ്ജക്ട് മാറ്ററിന് ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട്. കാരണം ഒരു കൊളാട്രൽ ഈവന്റിനെ സംഭവിച്ചു കഴിഞ്ഞാലാണ് അവിടെ ഒരു പെർഫോമൻസ് നടക്കുകയുള്ളൂ. നമ്മൾ കണ്ടിൻജന്റ് കോൺട്രാക്റ്റിന്റെ കാര്യത്തിൽ എക്സാമ്പിൾ പറഞ്ഞു. എന്താണ്?
വീട് കത്തുകയാണെങ്കിലാണ് എ ബിക്ക് കാശ് കൊടുക്കുക എന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താന്ന് വെച്ചാല് കണ്ടീജന്റ് കോൺട്രാക്റ്റില് എന്താണ് അല്ല വേഗറിംഗ് എഗ്രിമെന്റ്സിനകത്ത് പാർട്ടീസ് ഹാവ് നോ അതർ ഇൻട്രസ്റ്റ് ഇൻ സബ്ജക്ട് മാറ്റർ. പാർട്ടീസിന് സബ്ജക്ട് മാറ്ററിൽ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അവർക്ക് ജയോ തോൽവിയോ മാത്രമേ അതിലുള്ളൂ. അതായത് മഴ പെയ്യാൻ വേണ്ടി ബെറ്റ് വെക്കുകയാണെങ്കിൽ മഴ പെയ്താൽ 100 രൂപ കിട്ടും, മഴ പെയ്തില്ലെങ്കിൽ മറ്റേയാൾക്ക് 100 രൂപ മറ്റേയാൾക്ക് കിട്ടും. അപ്പൊ അതിനകത്ത് സബ്ജക്ട് മാറ്ററിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ഇല്ല. കാരണം അവിടെ ജയോ തോൽവിയോ മാത്രമേ ഇമ്പോർട്ടന്റ് ആവുന്നുള്ളൂ. പക്ഷെ ഒരു കണ്ടീജന്റ് കോൺട്രാക്ടിന്റെ കാര്യത്തിൽ സബ്ജക്ട് മാറ്റർ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് നമ്മൾ പറഞ്ഞു എയും ബിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ എ ഇത്ര രൂപ തരാം ഇഫ് ബിയുടെ വീട് കത്തുകയാണെങ്കിൽ. അപ്പൊ ബിയുടെ വീട് കത്തുകയാണ് ആ ഒരു സംഭവം നടന്നെങ്കിൽ മാത്രമേ എ ബിക്ക് കാശ് കൊടുക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു കേസിൽ ഇവിടെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. സോ വേഗറിംഗ് പാർട്ടീസിന് സബ്ജക്ട് മാറ്ററിൽ ഇൻട്രസ്റ്റ് ഇല്ല ഇൻ വേഗറിംഗ് എഗ്രിമെന്റ്സ്. ബട്ട് കണ്ടീജന്റ് കോൺട്രാക്ട്സിൽ പാർട്ടീസിന് സബ്ജക്ട് മാറ്ററിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇൻ വേഗറിംഗ് എഗ്രിമെന്റ് ഇത് ഫ്യൂച്ചർ ഇവന്റ് ഈസ് ദ സോൾ ഡിറ്റർമൈനിങ് ഫാക്ടർ. വേഗറിംഗ് എഗ്രിമെന്റിനകത്ത് ഫ്യൂച്ചർ ഇവന്റ് ഈസ് സോൾ, അതായത് ഫ്യൂച്ചർ ഇവന്റ് ആണ്, ഭാവിയിലെ ഉള്ളൊരു ഇവന്റ് ആണ് എന്തെന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം. കാരണം വേഗറിംഗിനകത്ത് നമ്മൾ പറഞ്ഞു എയും ബിയും തമ്മിലൊരു ബെറ്റ് വെച്ചു ഓൺ കമ്മിങ് സാറ്റർഡേ മഴ പെയ്യുവാണെങ്കിൽ എ ബിക്ക് 100 രൂപ കൊടുക്കാം, മഴ പെയ്യുന്നില്ലെങ്കിൽ തിരിച്ചും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു ബെറ്റ് വെച്ചത്. അപ്പം അവിടുത്തെ ഒരു ഫ്യൂച്ചർ ഇവന്റ് എന്ന് പറയുന്നത്, അതായത് ആ ശനിയാഴ്ച മഴ പെയ്യുക എന്നുള്ളതാണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബാക്കി എല്ലാ ഘടകങ്ങളും ഇരിക്കുന്നത്. അപ്പൊ ഫ്യൂച്ചർ ഇവന്റ് ആണ് അതിന്റെ സോൾ എന്ന് പറയുന്നത്, അതിന്റെ ഇമ്പോർട്ടന്റ് ഭാഗം എന്ന് പറയുന്നത്. But comparatively to future event is collateral in case of a contingent contracts. Because കാരണം ഈ ഫ്യൂച്ചർ ഇവന്റ് എന്ന് പറയുന്നത് കൊളാട്രൽ ആണ്. കാരണം ഫ്യൂച്ചർ ഇവന്റ് കൊളാട്രൽ ആയിട്ട് സംഭവിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു പെർഫോമൻസ് ഉണ്ടാവുകയുള്ളൂ. അതായത് ഒരു വീട് കത്തുകയാണെങ്കിൽ എ ബിക്ക് കാശ് കൊടുക്കും. അപ്പം അതെന്ന് പറയുന്നത് വീട് കത്തിയില്ലെങ്കിൽ എന്താണ്, കാശ് കൊടുക്കത്തില്ല. ഓക്കെ, അപ്പൊ അതെന്ന് പറഞ്ഞൊരു സെക്കൻഡറി പെർഫോമൻസ് ആണ്. സെക്കൻഡറി പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കൊളാട്രൽ എന്ന് പറയുന്നത്. കൊളാട്രൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ പുറമെ സംഭവിക്കുന്നതാണ്. അപ്പൊ കണ്ടീജന്റ് കോൺട്രാക്ടിന്റെ കേസിലാണെങ്കിൽ കൊളാട്രൽ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഇവന്റ് എന്ന് പറയുന്നത് കൊളാട്രൽ ആണ്. അതായത് അതൊരു അഡീഷണൽ ആണ്, അതൊരു മെയിൻ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, പക്ഷേ വേഗറിംഗിനകത്ത് എന്ന് പറയുന്നത് അത് സംഭവിച്ചെങ്കിൽ മാത്രമേ കോൺട്രാക്ടിന്റെ പെർഫോമൻസ് നമുക്ക് പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലുള്ള ഇവന്റ് ആണ് ഒരു വേഗറിംഗ് എഗ്രിമെന്റിന്റെ സോൾ എന്ന് പറയുന്നത്. ബട്ട് കണ്ടീജന്റ് കോൺട്രാക്റ്റിലെ ഭാവിയിലേക്ക് നടക്കേണ്ട ഒരു ഇവന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കൊളാട്രൽ ആണ്, സെക്കൻഡറി ആണ്, അല്ലെങ്കിൽ ഒരു അഡീഷണൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടി ഈ പോയിന്റ്സ് നോക്കാം. വേഗറിംഗ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ പ്രോമിസസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാഗ്ദാനം ചെയ്യുകയാണ്, അല്ലെങ്കിൽ പരസ്പരം ബെറ്റ് വെക്കുന്നു. ഇവിടെ കണ്ടീജന്റ് കോൺട്രാക്ടിന്റെ കാര്യത്തിൽ അങ്ങനെ പരസ്പരമുള്ള വാഗ്ദാനങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ എ ഇത്ര രൂപ ബിക്ക് കൊടുക്കും, ഇപ്പൊ ബിയുടെ വീട് കത്തുകയാണെങ്കിൽ അപ്പൊ അത് എന്താണ്, അതൊരു റെസിപ്രോക്കൽ പ്രോമിസ് അല്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ദാനം വെക്കുന്നില്ല, ഒരാൾ മാത്രമേ വാഗ്ദാനം വെക്കുന്നുള്ളൂ. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് കണ്ടീജന്റ് കോൺട്രാക്ട് ആണ്. വേഗറിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടീജന്റ് കോൺട്രാക്ടിന്റെ സ്വഭാവമുള്ളവയാണ്. പക്ഷേ കണ്ടീജന്റ് കോൺട്രാക്റ്റിൽ ഒരിക്കലും ഒരു വേഗറിംഗ് എഗ്രിമെന്റിന്റെ സ്വഭാവം ഉണ്ടാവാറില്ല. വോയിഡ് കോൺട്രാക്ട്, എല്ലാ വേഗറിംഗ് എഗ്രിമെന്റ്സും വോയിഡ് കോൺട്രാക്റ്റുകളാണ്. പക്ഷെ കണ്ടീജന്റ് കോൺട്രാക്ട്സുകളൊന്നും തന്നെ എന്താണ്, വോയിഡ് അല്ല. കാരണം എ 10 രൂപ ബിക്ക് കൊടുക്കാമെന്ന് പറയുന്നു. എപ്പോ ബിയുടെ വീട് കത്തുകയാണെങ്കിൽ എ 10,000 രൂപ കൊടുക്കും. അതിന് ഒരു അസാധു ആവേണ്ട കാര്യമൊന്നും അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ എന്താണ്, വാലിഡ് കോൺട്രാക്ട്സ് ആണ്. പിന്നെ വേഗറിംഗിനകത്ത് സബ്ജക്ട് മാറ്ററിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. അവിടെ ജയോ തോൽവിക്ക് മാത്രമേ ഉള്ളൂ ഒരു ഇമ്പോർട്ടന്റ്. ബട്ട് വേറാസ് ഇൻ കണ്ടീജന്റ് കോൺട്രാക്ട് സബ്ജക്ട് മാറ്റർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ദെൻ വേഗറിംഗ് എഗ്രിമെന്റ്സിനകത്ത് ഫ്യൂച്ചർ ഇവന്റ് ആണ് ആ ഒരു എഗ്രിമെന്റിന്റെ സോൾ എന്ന് പറയുന്നത്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് കോൺട്രാക്ടിന്റെ പെർഫോമൻസ് തന്നെ നടക്കുന്നത്. ആൻഡ് ഈ ഒരു കണ്ടീജന്റ് കോൺട്രാക്ടിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ ഇവന്റ് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് കൊളാട്രൽ മാത്രമാണ്.
ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ കണ്ടീജന്റ് കോൺട്രാക്റ്റും വേവറിംഗ് എഗ്രിമെന്റും തമ്മിലുള്ള ഡിഫറൻസസ്. അപ്പം നിങ്ങളപ്പം ജസ്റ്റ് എല്ലാം നന്നായിട്ടൊന്ന് ഗോ ത്രൂ ചെയ്യുക. ഇത് ചിലപ്പോൾ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാം എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കാം, അർത്ഥം മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് അറിയാമെങ്കിൽ ഓൺ വേർഡ്സിൽ അങ്ങ് എഴുതി വെക്കുക. അതാണ് ഏറ്റവും നല്ലത്. നമുക്കിതിപ്പോ എല്ലാം അങ്ങ് കാണാപ്പാടം പഠിക്കാൻ പറ്റത്തില്ല അല്ലെ. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിളും വെച്ച് നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ആൻസർ ചെയ്യുക. ഓക്കെ, ഇനിയിപ്പം നമുക്ക് അടുത്തത് നോക്കേണ്ടത് പെർഫോമൻസ് ആൻഡ് ഡിസ്ചാർജ് ആണ്. അപ്പൊ നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.